ഇനി നമ്മൾ പോകുന്നത് കോട്ടയം വാഴൂരിലേക്കാണ്. 25 പശുക്കളുള്ള ഒരു ഫാമിലേക്കാണ്. അതിന്റെ പരിപാലനമൊക്കെ ചെയ്യുന്നത് 2 കുട്ടി ക്ഷീര കർഷകരാണ്. അവരുടെ ലോകത്തിലേക്ക്. ഇതാണ് 19 വയസ്സുകാരൻ ഏബൽ. ആളത്ര നിസ്സാരക്കാരനല്ല. സ്കൂൾ കാലം മുതൽ തുടങ്ങിയതാണ് പശുക്കളുടെ ലോകത്തുള്ള ഈ ജീവിതം. പുലർച്ചെ 3 മണി മുതൽ തുടങ്ങുന്നതാണ് ഏബലിന്റെ ദിനചര്യകൾ. പശുക്കൾക്ക് വേണ്ട തീറ്റ തയ്യാറാക്കുന്നതും ഇവരെ പരിപാലിക്കുന്നതും അതിരാവിലെ എഴുന്നേറ്റ് പശുവിനെ കറക്കുന്നതും എല്ലാം ഈ 19 വയസ്സുകാരൻ ആസ്വദിക്കുന്നുണ്ട്. ഏബൽ ഒറ്റയ്ക്കല്ല, കട്ട സപ്പോർട്ടായി അനിയൻ ആൽബിനുമുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇരുവരും ഫാം ഹൗസിലെ ജോലികളിലേക്ക് പ്രവേശിക്കുന്നത്. രണ്ടുപേരുടെ സ്വന്തം താല്പര്യപ്രകാരം ഇറങ്ങി. എന്നെ സഹായിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ ഫുള്ള് മൂത്തവനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇളയവൻ അവനെ സഹായിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. 25 പശുക്കൾ. ഓരോ പശുവിനെയും പേരിട്ട് വിളിച്ച് സ്വന്തം കൂട്ടുകാരെ പോലെ അവർക്കൊപ്പമാണ് ഇവർ നേരം ചിലവഴിക്കുന്നത്. നിൽക്കുന്ന 3 പേര് ചെല്ലക്കുഞ്ഞുങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഇത് ഗീറു, ഇത് കമല, ഇത് മാത്ത എന്ന് വിളിക്കുന്നത്. അവധിക്കാലമായതോടുകൂടി ആൽബിൻ മുഴുവൻ സമയവും ഫാം ഹൗസിലെ തിരക്കിലാണ്. ഇവിടുത്തെ ജോലികളൊക്കെ ആൽബിന് സിമ്പിളാണ്. സ്കൂള് ഇല്ലാത്തപ്പോ സമയത്ത് വന്ന് കയറും. രാവിലെ പാലും കൊണ്ടുപോകും, മിഷീനെ കൈതരിയും. അമ്മ ഇല്ലാത്തപ്പോ ചാണകം തള്ളി കൊടുക്കും. കോട്ടയം വാഴൂർ സ്വദേശികളായ ജൂബിന്റെയും സെലിന്റെയും മക്കളാണ് ഈ സഹോദരങ്ങൾ. പശുക്കളുമായുള്ള തന്റെ അടുപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഏബലും വാചാലനാകും. 10ാം ക്ലാസ് ആയപ്പോ തൊട്ട് തന്നെ അന്നോട്ട് പപ്പ ഇതുണ്ട്, പശു വളർത്തുണ്ട്. അപ്പൊ അന്നോട്ട് പപ്പയുടെ കൂടെ കൂടി ഫാമിംഗ് ഫീൽഡിലോട്ട് തന്നെ നീങ്ങി. ഫാം ഒന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് റെഡി ആവാനായിട്ടാണ് പ്ലാൻ. ചാണകം വാരാനും തൊഴുത്ത് വൃത്തിയാക്കാനും ഈ കുട്ടികൾക്ക് യാതൊരു മടിയുമില്ല. മാതാപിതാക്കൾക്ക് ഈ ചെറുപ്രായത്തിലെ ഇവർ ഒരു ഫലമാണ്. ഡയറി ഫാം വിപുലീകരിക്കണം, കൂടുതൽ പശുക്കളെ വാങ്ങണം, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുമുണ്ട് ഏബലിനും ആൽബിനും. സോഷ്യൽ മീഡിയയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഇന്നത്തെ കുട്ടികളിൽ നിന്നും ഈ 19 വയസ്സുകാരൻ ഏബൽ വ്യത്യസ്തനാകുന്നു. അവധിക്കാലമായതോടുകൂടി അനിയൻ ആൽബിനും ഒപ്പം കൂടി. ഇപ്പോൾ ഇതാണ് ഇവരുടെ ലോകം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. അവധിക്കാലമാണ്. അവധിക്കാലത്ത് നമുക്ക് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഇനിഷ്യേറ്റീവുകൾ എടുക്കാനും ഒക്കെയുള്ള ഒരു സമയമായി അവധിക്കാലത്തെ മാറ്റണം. അതിനായിട്ടുള്ള കൂടുതൽ ടിപ്സും അതുപോലെ കാഴ്ചകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് നമ്മളും എത്തിച്ചുകൊണ്ടേയിരിക്കും.